ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നു ടി വിയിൽ. ഞാൻ വാച്ച് ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. അതിപ്രകാരമാണ് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയ ആരോഗ്യമന്ത്രി കോടതിയിൽ അല്ലെങ്കിൽ മൊഴി കൊടുത്തതനുസരിച്ച് മാരകായുധങ്ങളൊന്നും യൂത്തന്മാരല്ലേ ഈ KSUക്കാര് കരിങ്കൊടി കാണിച്ചപ്പോഴുണ്ടായിരുന്നില്ല. തിക്കും തിരക്കിലും പെട്ടാണ് കഴുത്തിന് ഞൊടിവാദം പിടിച്ചത് എന്ന് പറയുന്ന ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് TV ചാനലിൽ വന്നു. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമുണ്ട്, മന്ത്രിക്ക് ഇങ്ങനെ മൊഴി കൊടുക്കാം, മാറ്റി പറയാം, അതൊന്നും കള്ളാകിയല്ലേ, ഇതൊക്കെ കള്ളത്തരല്ലേ. അതിന് കൂട്ടുനിന്ന രാഷ്ട്രീയ പരിവാരങ്ങൾ അല്ലേ, നമ്മുടെ സ്പീക്കർ ഷംസീർ, അതുപോലെ CMന്റെ ഫോൺ വന്നെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവരൊക്കെ വന്ന് അതിന് ഫോൺ വന്നാലും വന്നില്ലെങ്കിലും നമ്മളതിന് സാക്ഷിയില്ല. പക്ഷേ ഏതാണ്ട് അവശയായി കിടക്കുന്ന മന്ത്രിയെ കാണാൻ വേണ്ടി, വീണാ മന്ത്രിയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ വന്ന് വളരെ സങ്കടഭാവത്തിൽ നിൽക്കുന്ന മുഖ്യനെ നമ്മൾ TV-കളിലെല്ലാം കണ്ടതാണ്, മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതാണ്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമെന്ന് അതിനെ വിളിക്കാൻ പറ്റത്തില്ല, ആഭാസ നാടകം. 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വികൃതിത്തരവും കാട്ടുന്നതാണോ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം എന്നൊന്ന് ഉറക്കെ ചിന്തിക്കണ്ടേ. അപ്പം ഇതെല്ലാം ഇതിന് കൂടുതൽ പിള്ളേരുടെ ചെറുപ്പക്കാരുടെ തല തല്ലി പൊട്ടിച്ച അംഗരക്ഷകനും, അതുപോലെ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന ഗൺമാനുമൊക്കെ വളരെ ലാഘവത്തോടെ ഒന്നും സംഭവിക്കാത്ത പോലെ കള്ളത്തരത്തിന് കൂട്ടും നിന്നിട്ട് ഒഴിഞ്ഞു മാറി നടക്കുന്നു. അവരുടെ പേരിൽ ആരും ഒരു കേസ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ ശോചനീയമാണ്. ആർക്കും നിയമം എല്ലാ പൗരനും ഒരുപോലാണ്. ഓൾ ആർ ഈക്വൽസ് ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പണ്ട് ജോർജ് ഓർവെൽ പറഞ്ഞ കാടൻ സിദ്ധാന്തം മനുഷ്യർക്ക് ബാധകമല്ല. നിയമത്തിൻ്റെ മുമ്പിൽ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ ജനതകൾ സന്തോഷത്തോടെ വോട്ട് ചെയ്ത് ആക്കുന്ന നേതാക്കളുടെ ഇടയ്ക്കെങ്കിലും നിയമത്തിനൊരു തുല്യത വേണ്ടേ. നേതാക്കൾക്കൊരു നിയമം, മന്ത്രിക്കും പരിവാരത്തിനും മറ്റൊരു നിയമം, സാധാരണക്കാരന് തല കുനിച്ച് ഇടികൊള്ളുന്ന വേറൊരു നിയമം. ഇതെന്തൊരു കഷ്ടമാണല്ലേ. നമ്മുടെ നാട്ടിൻ്റെ ഗതികേട് ഓർത്ത് വെറുതെ സങ്കടപ്പെടാനും നിലവിളിക്കാനുമേ സാധാരണക്കാരന് പറ്റുള്ളൂ എന്ന് ഉറക്കെ ചിന്തിക്കേണ്ട കാലമല്ലേ. അപ്പോഴിതെല്ലാം നടന്നിട്ട് ഇതിനകത്ത് ഇരകളായി തീർന്നത് ചെറുപ്പക്കാരാണ് അല്ലെ. സംഘടിച്ച പ്രതിഷേധം നടത്തുമ്പോൾ അവരുടെ മേൽ വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന കാണാം അല്ലേ. വലിയ ജലപീരങ്കി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് തുടരെ അവരുടെ ദേഹത്തേക്ക്, കാതുകളിലേക്ക്, മുഖത്തേക്കെല്ലാം തുറന്നു വിടുന്നത് കാണുന്നുണ്ട്. പിന്നെ പെപ്പർ സ്പ്രേ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഒരു കാടത്തം നിറഞ്ഞ രീതിയല്ലേ എന്ന് നമ്മുടെ ജനാധിപത്യം നോക്കണം. നമ്മളെ ഈ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുകയും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിഷേധങ്ങളെല്ലാം കണ്ട് നമ്മൾക്ക് മടുത്തതാണ്. ആരും ഇതിന് വിഭിന്നമൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം നടന്നിട്ട് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നുന്ന ഇപ്പം ഭരിക്കുന്ന മന്ത്രിമാരോടോ CMനോടോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്പീക്കറും ഗൺമേനും മന്ത്രിയും പിന്നെ ആരെങ്കിലുമൊക്കെ CM വരെ ഫോൺ വിളിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. ഏതായാലും അദ്ദേഹം ആശുപത്രി വന്ന് കണ്ടു. ഇതെല്ലാം ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് 10 വെടല മനുഷ്യരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒന്നുമല്ലാത്ത മനുഷ്യരുടെ, വെറും പാർട്ടിക്കാരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി കാട്ടുന്ന ഈ കൂത്തരങ്ങുകളെക്കാൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ നേതാക്കളോടാണ്. ഒരു കസേര എവിടെയോ സ്വപ്നം കണ്ട് ആകാശത്ത്
ആകാശം തുളച്ച് ഊഞ്ഞാല് കെട്ടി അതേ കയറിയിരുന്ന് ആടുന്ന ഈ നേതാക്കൾക്ക് ഈ തല്ലുകൊണ്ട പിള്ളേരുടെ സൈഡ് നിൽക്കാനോ അവർക്ക് വേണ്ടിയിട്ട് സ്വരമുയർത്താനോ ഒരുത്തനും സാധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെ എന്താണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഇവരുടെ പിള്ളേരെ ഇവരുടെ KSU ഇവരുടെ സഹായികളൊക്കെയാണെന്നാണ് വെപ്പ്. അവരെ കൊണ്ടാണല്ലോ എല്ലാം കുരുത്തക്കേടും കാണിക്കുന്നതിലെ ചെറുപ്പക്കാരെ തല്ലുകൊള്ളിക്കുക, അവർക്ക് ജലപീരങ്കിയേക്കുക, അവരുടെ മേൽ പെപ്പർ സ്പ്രേയോ ഇങ്ങനെയുള്ള ഇതെല്ലാം പിന്നെ വർഷിക്കുക. അതിലൂടെയൊക്കെ അവരുടെ ആരോഗ്യത്തെ എന്തുമാത്രം ബാധിക്കും. പെൺകുട്ടികളെ പോലും ജലപീരങ്കി അടിച്ച് അവരുടെ പിന്നെ കേൾവിയെയും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ഒക്കെ ഹാനികരമാക്കുന്ന വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ജനാധിപത്യത്തിന് ചേരുന്നതാണോ? ഇതിലൊക്കെ ഇടപെടേണ്ടത് ആരാണ്? സാംസ്കാരിക നായകന്മാരൊക്കെ വാലാട്ടികളായിട്ട് മിണ്ടാതെ വരികയാണ്. കുറേ കാലമായി അവർക്ക് നാവില്ല. അവർക്ക് ഒരുപക്ഷെ ഉൾഭയമായിരിക്കും ഇനി അവാർഡുകളൊന്നും കിട്ടിയാലല്ലോ എന്ന് ഓർത്ത്, അല്ലേ? പിന്നെ മറ്റു വിധത്തിലുള്ള സാമൂഹ്യ നേതാക്കളും അടങ്ങാതെ ഇരിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാർ പോലും പിള്ളേർ തല്ലുകൊള്ളുകയും വെള്ളം ചീറ്റി വരുന്ന വെള്ളത്തിൻ്റെ നിസ്സഹായരാകുന്നതും ഉരുണ്ടു വീണ് കിടക്കുന്നതും ചെവിയുടെ കേൾവി പോകുന്നതും എല്ലാം കണ്ടിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാത്ത ഒരു ജനത, അല്ല നേതൃത്വം. ഇത് എന്തൊരു നാണക്കേടാ. കസേരക്കളിക്ക് വേണ്ടി മാത്രമല്ലേ ബനാന റിപ്പൾപ്പിളിക്ക് കഴിഞ്ഞ് അതിലും താഴ്ന്ന വെള്ളരിക്കാപട്ടണത്തിലേക്ക് പോകുന്ന ഒരു രീതിയല്ലേ നമ്മൾ കാണുന്ന നമ്മുടെ ജനാധിപത്യത്തിലെ? ഇതൊക്കെ മാറ്റണ്ടേ എന്നുറക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബോധമുണ്ടെങ്കിൽ മാറ്റാൻ മുൻകൈയെടുക്കണം. അതിനുള്ള ഒരു ഊർജ്ജസ്വലത നമ്മുടെ ജനതയ്ക്കുണ്ടാകണം. ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാവിധ ആധിപത്യത്തോടും മഹത്വത്തോടും കൂടി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം വോട്ടേഴ്സിനാണ്, ജനതയ്ക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന കാലമേ എന്തെങ്കിലും മാറ്റം നമ്മുടെ നാട്ടിൽ നടക്കുകയും